എസ്.എസിന്റെ പുത്രൻ എന്നാണ് ഇന്ന് ചെന്നിത്തലയെ സുകുമാരൻ നായർ വിശേഷിപ്പിച്ചതും ഈ മതസാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താനുള്ള ചെന്നിത്തലയുടെ ശ്രമങ്ങൾ എത്രത്തോളം വിജയം കാണുന്നു? ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് NSSമായുള്ള പിണക്കം അവസാനിപ്പിച്ച കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പെരുന്നയിലേക്ക് എത്തുന്നത്. അതും മന്നം ജയന്തി ദിനത്തിൽ അതിന്റെ ഉദ്ഘാടന വേദിയിലാണ് രമേശ് ചെന്നിത്തല എത്തുന്നത്. അതിനാണ് രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിച്ചതും. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രമേശ് ചെന്നിത്തല NSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയിലേക്ക് എത്തുന്നത് ചർച്ചയാകാനുള്ള കാരണം അടുത്ത ഒരു വർഷത്തിനപ്പുറത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസുമായി ചേർന്ന് NSSന്റെ ആളായി രമേശ് ചെന്നിത്തല ഉയർത്തിക്കാട്ടുമെന്ന ചർച്ചയാണ് പ്രധാനമായത്. ഏതായാലും മന്നം വേദിയിൽ മന്നം ജയന്തി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം രമേശ് ചെന്നിത്തല നിർവഹിക്കുമ്പോൾ അവിടെ NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രമേശ് ചെന്നിത്തല എത്തിയത് കോൺഗ്രസിന്റെ മുദ്രയിലല്ല, അത് NSSന്റെ കുടുംബാംഗം എന്ന നിലയിലാണ് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചത് എന്ന വിശദീകരണമാണ് നൽകിയത്. അതിനൊപ്പം NSSന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചാണ് രമേശ് ചെന്നിത്തലയുടെ പ്രസംഗവും നടന്നത്. NSSന്റെ ഒപ്പം താൻ എപ്പോഴും ഉണ്ടാകുമെന്ന ഉറപ്പ് കൂടിയാണ് രമേശ് ചെന്നിത്തലയുടെ പ്രസംഗത്തിലുടനീളം ഉണ്ടായിരുന്നത്. മന്നം നടത്തിയ പ്രവർത്തനങ്ങൾ, വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞായിരുന്നു. വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമടക്കം ഉയർത്തി കാണിച്ചായിരുന്നു രമേശ് ചെന്നിത്തല പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത്. ഏതായാലും ജി സുകുമാരൻ നായർ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിലെ അതൃപ്തിയും മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുകയുണ്ടായി. കോൺഗ്രസിനകത്ത് രൂപപ്പെടുന്ന ചില ചലനങ്ങൾ, പ്രത്യേകിച്ച് നേതൃമാറ്റം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല സമുദായ സംഘടനകളുമായി ചേർന്ന് നിൽക്കുന്നത് ആണ് ഏറ്റവും പ്രധാനമാകുന്നത്. വരും ദിവസങ്ങളിൽ സമസ്തയുടെ പരിപാടികളിൽ എത്തുന്നു. ഒപ്പം മുനമ്പത്ത് സമരവേദിയിലേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നു. അങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട ചർച്ചയാകുന്ന പരിപാടികളിൽ രമേശ് ചെന്നിത്തല എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, സമുദായ സംഘടനകളുടെ സഹായത്തോടെ മുഖ്യമന്ത്രി പദത്തിലേക്കാണ് രമേശ് ചെന്നിത്തലയുടെ മുന്നോട്ട് പോക്ക് എന്ന ഒരു ചർച്ചയും രാഷ്ട്രീയ കേരളം സജീവമായി ഉണ്ട്. ആർ ഷിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്.